Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class we studied about our new chapter, that is decimals, and we studied in the last class, that is tenth, isn't it? 1 by 10. 10 means 1 by 10. Today we are going to learn hundredth. Hundredths. Okay. Tenth എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു 1 by 10. ഓക്കെ, 1 by 10 എന്ന് പറയുന്നത് നമ്മൾ ഡെസിമൽ യൂസ് ഒരു നമ്പർ 235, ഫോർ എക്സാമ്പിൾ 235 എന്ന് പറയുന്ന ഒരു നമ്പർ പ്ലസ് 1 by 10 മീൻസ് 235.1. ഓക്കെ, 10th എന്ന് പറഞ്ഞാൽ നമ്മുടെ 1s, 10s, 100, 1000 ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ 10th എന്ന് പറയുന്നത് 1s കഴിഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ് തൊട്ട് നിയർ വരുന്ന നമ്പറിനെയാണ് നമ്മൾ 10th എന്ന് പറയുന്നത്. ഓക്കെ, 10th. ദെൻ 100th മീൻസ് വാട്ട്? 100th എന്ന് പറയുന്നത് 10th കഴിഞ്ഞാൽ തൊട്ട് നിയർ വരുന്നത് എന്താണോ അതാണ് 100th എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ 1000? 1000 എന്ന് പറഞ്ഞാൽ 10th, 100th, ദെൻ വരുന്നത് 1000, ദെൻ 10,000, അങ്ങനെ പോകും. ഓക്കെ, ഹൺഡ്രഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. 100th എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡെസിമൽ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന നമ്പേഴ്സ്. സോ അപ്പോൾ 100th എന്ന് പറഞ്ഞാൽ നമുക്ക് 1 by 10th നമ്മൾ 1 by 10 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ 100th നമ്മൾ 1 by 100 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഫ്രാക്ഷൻ ഫോം. ഇതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 zeros ഉണ്ട് അല്ലേ? 2 zeros ആകുമ്പോൾ മേളിൽ 2 പ്ലേസ് കഴിഞ്ഞിട്ടേ നമുക്ക് ഡെസിമൽ കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം, വി നോ ദാറ്റ് ഇൻ ദിസ് ഫ്രാക്ഷൻ ദർ ഈസ് 1 digit ഇൻ ദ ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു ഡിജിറ്റേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് 1 more digit ബിഫോർ ആഫ്റ്റർ ദ ഡെസിമൽ. ഓക്കെ, സോ നമ്മൾ വി ആർ ആഡിങ് 1 more 0. ഓക്കെ, നമ്മൾ എന്താണ് 1 by 10 ഈസ് ഈക്വൽ ടു ഹിയർ ഈസ് ഓൺലി 1 0 ഇൻ ദ ഡിനോമിനേറ്റർ. സോ ആഫ്റ്റർ 1 digit, before 1 digit we put the decimal point there. So in the case of 100th we have to put the decimal point before 2 digits. But here is only 1 digit, so we have to add 1 more zeros in between that decimal point and 1 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ താഴെ 2 zeros ആണ് ഉള്ളത്. അപ്പോൾ ഒരു 2 digit നമ്പർ മേളിലൊരു 2 digit നമ്പറിന് ബിഫോറിലെ നമുക്ക് എന്ത് വേണം? അല്ലെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റിന് ശേഷം അവിടെ 2 digit നമ്പേഴ്സ് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 മാത്രമേ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്കൊരു 0 ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് മീൻ ബൈ 100th. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെയും മില്ലിമീറ്ററിൻ്റെയും കേസിലാണ് നമ്മൾ 10th ഇൻഡിക്കേറ്റ് ചെയ്ത് എക്സാമ്പിൾ കാണിച്ചു തന്നെ. ലൈക്ക് ദാറ്റ് ഹിയർ ഓൾസോ വി ആർ ടേക്കിംഗ് സെൻറ്റിമീറ്റർ. ഫോർ എക്സാമ്പിൾ 25 centimeter. We know that converting 25 centimeter into meter. അപ്പോൾ 25 സെൻറ്റിമീറ്ററിനെ 1 മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. For that first we know that 1 meter is equal to 100 centimeter. നമുക്കറിയാം 1 meter എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് 1 meter ആവുന്നത്. സോ 25 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 125നെ ഇതിനെ 100 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? 1 by 100 മീറ്റർ എന്ന് പറയാം ഇതിൽ അല്ലേ? 1 meter ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 divided by 100 meter. Then like that 25 centimeter is equal to how many meters is that? 1 meter is 1 centimeter എന്ന് പറഞ്ഞാൽ 1 by 100 meter ആണെങ്കിൽ 25 centimeter എന്ന് പറഞ്ഞാൽ 25 divided by 100 meter.
that is equal to, this is in the form of fraction, we have to convert that into decimal form. So here in denominator 2 zeros are there, so we have to put a decimal point before 2 digit. We know that here in the numerator there is 2 digit, so before that 2 digit numbers we have to put the decimal. So 0.25 meter. Okay, so 25 centimeter means 0.25 meter. It is a method of converting meter to centimeter or centimeter to meter in the case of hundredth. അപ്പോൾ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10th ആണ് പഠിച്ചത്. 10th means 1/10 and 100th means 1/100. 10th in the form of decimal 1/10 is 0.1, otherwise 0.1. In the case of 100th it is 0.01. Okay, then 2.43, this is a decimal number. Okay, 2.43 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വേണം, ഇതിനെ എങ്ങനെയാണ് നമ്മൾ 2.43യെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പോയിന്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സിനെ ഫ്രാക്ഷനിൽ ആക്കി ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഇതൊരു യൂണിറ്റ് നമ്പർ, പോയിന്റിനും ബിഫോർ വരുന്ന ഒരു യൂണിറ്റ് ഒരു വൺസ് പ്ലേസ് മാത്രമേ ഉള്ളൂ. ആ വൺസ് പ്ലേസിൻ്റെ കൂടെ പ്ലസ് 4 ബൈ പോയിന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് മിസ് പറഞ്ഞായിരുന്നു, ദാറ്റ് ഈസ് 10th പ്ലേസ്, ദാറ്റ് ഈസ് 4/4 ഇൻറ്റു 1/10 അല്ലേ, 4 ഇൻറ്റു 1/10 ആണത്. ആൻഡ് പ്ലസ് ദിസ് ഈസ് ഇൻ ദ പ്ലേസ് ഓഫ് 100th അല്ലേ, ദാറ്റ് ഈസ് 3 ഇൻറ്റു 100th എന്ന് പറയുമ്പോൾ 1/100. ഓക്കെ, ദാറ്റ് ഈസ് 2 പ്ലസ് 4/10 പ്ലസ് 3/100. സോ നമ്മൾ 2 കഴിഞ്ഞിട്ടുള്ളതിനെ നമ്മൾ എന്താക്കി എഴുതുന്നു, 2 പ്ലസ് ഇതിനെ ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.4 പ്ലസ് 0.03. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് 0.2 കഴിഞ്ഞ് ഡെസിമൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്ലസ് പോയിന്റ് എന്തായിരുന്നു, 0.4 ആയിരുന്നു അല്ലേ, 4. ആൻഡ് നെക്സ്റ്റ് നമ്പർ ഈസ് 0.03. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 പ്ലസ് 3 3, 0 പ്ലസ് 4 4, പോയിന്റ് അതേ കണക്ക് എഴുതുക 2. നമുക്ക് എന്ത് കിട്ടി, ഈ നമ്പർ തന്നെ കിട്ടിയില്ലേ. സോ ദിസ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഡെസിമൽ ഫോം ടു ഫ്രാക്ഷണൽ ഫോം. ആൻഡ് ഇങ്ങനെ ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്, ഇതിനെ കൺവേർട്ട് ചെയ്ത് ഡെസിമൽ ഫോമിൽ എഴുതാൻ പറഞ്ഞാലും ഇതുപോലെ കൺവേർഷൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 100th 10th ചേർന്ന് വരുന്നത്. ദെൻ ഇനി we are going to the next topic, that is write as decimals. അതായത് നമുക്ക് അറിയാം ഡിവിഷനിൽ ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ 10 അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് 10, ദാറ്റ് ഈസ് 10 100 1000 ഇതൊക്കെ വരുന്ന കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വി ഹാവ് ടു കൺവേർട്ട് ടു ഡെസിമൽ ഫോം അല്ലേ. അങ്ങനെ 10 അല്ലെങ്കിൽ 100 1000 ഒക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ആ ഫ്രാക്ഷനെ നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഡിനോമിനേറ്റർ ഒരു 10ന്റെ പവേഴ്സ് അല്ല വരുന്നതെങ്കിൽ ഹൗ വിൽ യു ഡു ദാറ്റ്, അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ 4/5, one fraction. I am giving you one fraction, that is 4/5. We know that here the denominator is 5. It is not 10, not 100, not 1000, etc. So എന്താണ് നമ്മൾ ഇതിന് ഇക്വാലൻ്റ് ആയിട്ട് വരുന്ന
എന്താണ് ഇതിന് ഇക്വാലൻ്റ് ആയിട്ട് വരുന്ന 10ൻ്റെ പവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 5 ഇൻറ്റു ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും അല്ലേ. സോ വി നോ ദാറ്റ് 5 ഇൻറ്റു 2s are 10. നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഫ്രാക്ഷനിൽ പഠിച്ചതാണ്. ഇക്വാലൻ്റ് ഫ്രാക്ഷനിലോട്ടാകുമ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ ഏത് നമ്പർ കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു ചെയ്യുന്നുവോ ആ സെയിം നമ്പർ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ ന്യൂമറേറ്റർ ഓൾസോ, isn't it? So here we done the multiplication with 2. That number we want to use here also. So here 5 into 2 is 10. Here 4 into 2 is 8. Now we have a fraction with the denominator 10. അല്ലേ, 10 ഡിനോമിനേറ്റർ വരുന്ന കേസിൽ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 8/10. ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഡെസിമൽ ഫോം. ദാറ്റ് ഈസ് എന്താണ് 0.8. Did you understand that? One more example. 3/4. 3/4. അപ്പോൾ 4നെ കൺസിഡർ ചെയ്യുക, ഇമാജിൻ ചെയ്യുക. 4 ഇൻറ്റു വിച്ച് നമ്പർ വി വിൽ ഗെറ്റ് ഇറ്റ് ഇൻറ്റു ദ പവർ ഓഫ് 10. അപ്പോൾ 10ൻ്റെ പവറിലോട്ട് നമ്മൾ 4ൻ്റെ കൂടെ ഏത് നമ്പർ ഇൻറ്റു ചെയ്താലായിരിക്കും കിട്ടുന്നത്? 4ൻ്റെ കൂടെ ഒരു നമ്പർ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? 10 കിട്ടില്ല. ദെൻ നമ്മൾ ഏതിലോട്ട് പോകണം? ഇമാജിൻ 100. അപ്പോൾ 100ലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ഇൻറ്റു വിച്ച് നമ്പർ നമുക്ക് ചെയ്യുമ്പോൾ 100ലോട്ട് പോകും. ഈസി വേ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 4 ഇൻറ്റു വിച്ച് നമ്പർ വി നോ ദാറ്റ് 4 25s are 100 അല്ലേ. 4നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 25 ഈസ് 100. That same number we have to multiply with here also. 3 into 25 is 75. Now we have a fraction with denominator the power of 10. That is 0.75. Okay. So these were the methods that converting a fraction without a base of 10 to the fraction with converting that fraction into the denominator power of 10. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺവേർഷൻ നടത്തുന്നത്. ഇനി 100th വന്ന പോലെ തന്നെ 1000th വരാം. 1000th പറയുമ്പോഴത്തേക്കും നമുക്ക് 1/1000. ഓക്കെ, 1/1000 ആണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറയാം. 1/1000നെ നമ്മൾ എങ്ങനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യും എന്ന് വെച്ചാൽ, ഹിയർ ദ ഡിനോമിനേറ്റർ ഹാവിങ് 3 zeros. അപ്പോൾ മുകളിൽ 3 പോയി ഡെസിമൽ കഴിഞ്ഞിട്ട് 3 നമ്പർ ഡിജിറ്റ്സ് അവിടെ കാണണം. അപ്പോൾ ഇവിടെ 1 ഡിജിറ്റേ ഉള്ളൂ. 0.001 കണ്ടോ, 3 ഡിജിറ്റ്സ് ഇല്ലേ? 1 2 3 പോയിന്റ് കഴിഞ്ഞാൽ 3 ഡിജിറ്റ് വേണം. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് 1 ഐ എം റൈറ്റിംഗ് 7/1000. 7/1000നെ ഡെസിമൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 0.007. This is the decimal form of the fraction 7/1000. So now we have some exercise about this 100th, 10th and 1000 that we can do in the next class. Today's class is over. Assalamu alaikum.